ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 ലെവൽ ഗ്രാമാറ്റിക് പോർഷനാണ്. അതായത് ഡാർക്ക് കോമ്പോസിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ, അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഗ്രാമർ പോർഷനാണ്. അതായത് വോ കോമ്പോസിറ്റാണ്. സെയിം സംഭവം തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവിടെയും മനസ്സിലാക്കിയാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഡാർക്ക് കോമ്പോസിറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വോ കോമ്പോസിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്തങ്ക നൂബ എന്നാണ് പറയുന്നത്. അതായത് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അതിൻ്റെ മീനിങ് ആണ്. അതായത് എന്തിനെക്കുറിച്ച്. അപ്പം നമ്മളിവിടെ എന്തിനെക്കുറിച്ച് എന്ന് പറയാനായിട്ടാണ് നമ്മൾ വോ കോമ്പോസിറ്റ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ചോദ്യം ചോദിക്കാനാണ് ഇവിടെ വോ കോമ്പോസിറ്റ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെയും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഡാർക്ക് കോമ്പോസിറ്റയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഈ ബോക്സിൻ്റെ അകത്താക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമത്താണ് സാഗൻ. സാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ, അതായത് വസ്തുക്കൾ, വസ്തുതകൾ, അങ്ങനത്തെയൊക്കെ സെൻറ്റൻസുകളാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ വോ കോമ്പോസിറ്റ എഴുതേണ്ട സെൻറ്റൻസ് ഫോം അല്ലെങ്കിൽ സ്ട്രക്ചറാണ് വോ പ്ലസ് ആർ പ്ലസ് പ്രപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ പ്രപ്പോസിഷൻ നമുക്ക് വവ്വൽസ് AEIOU വവ്വൽസ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ നമ്മൾ ആറ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആറ് ആഡ് ചെയ്യരുത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെ സുംബൈഷ്പിയിൽ കൊടുത്തിട്ടുണ്ട് വോ രൂബാർ, വോ മീറ്റ്, വോ ഫ്യൂർ, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തതാണ് പേഴ്സൺ. പേഴ്സൻ്റെ കേസ് നമ്മൾ വ്യക്തികളോ അല്ലെങ്കിൽ ജീവികളെ കുറിച്ച് ഒരു സെൻറ്റൻസ് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വോ കോമ്പോസിറ്റ് എഴുതേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ പേഴ്സണെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും അവിടെ നമ്മുടെ വോ കോമ്പോസിറ്റ വരുന്നത് പ്രറ്റരട്ടം പ്ലസ് വെൻ അല്ലെങ്കിൽ വേം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനാണല്ലോ വോ കോമ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ വെം അല്ലെങ്കിൽ വെൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഊബർ എന്നുള്ള പ്രപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ വെൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഊബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂസാറ്റീവ് ആണ്, അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. വെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെക്കുറിച്ച്. അടുത്താണ് മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റീവ് ആണ്. അപ്പോൾ വെം എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ് വരത്തുള്ളൂ. അതിൻ്റെ മീനിങ് ആരുടെ കൂടെ. അടുത്തതാണ് ഫിയോർ എന്ന് പറഞ്ഞാൽ വെൻ ആണ് പ്രപ്പോസിഷൻ വരുന്നത്. അത് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്, മീനിങ് വരുന്നത് ആർക്കു വേണ്ടി. അപ്പം ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടൺ പ്ലസ് ഹൗസ്. അതായത് വെർബൽ മിറ്റ് പ്രപ്പോസിഷൻ ആണത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് കോമ്പോസിറ്റ പോലെ തന്നെ നമ്മൾ വെർബൽ മിറ്റ് പ്രപ്പോസിഷൻ എന്ന ഗ്രാമർ പോർഷൻ നമ്മളിവിടെ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് വോ കോമ്പോസിറ്റ അല്ലെങ്കിൽ ഡാർക്ക് കോമ്പോസിറ്റ എന്ന ഗ്രാമർ പോർഷൻ നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ആ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മളത് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരെ കയറി കാണുക, എന്നിട്ട് ബാക്കി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇഫ് വാട്ട് ഓഫ് ദെൻ ബസ്. അതായത് ഞാൻ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വോ കോമ്പോസിറ്റയിൽ പറയും. അതായത് നമുക്കിവിടെ ബസ്സിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൊറൌഫ് എന്നാണ് പറയുന്നത്. ബൊറൌഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടി എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കുവാണ്, എന്തിനു വേണ്ടിയാണ് നീ കാത്തു നിൽക്കുന്നത്. ഞാൻ ബസ്സിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, വോ കോമ്പോസിറ്റ മനസ്സിലാക്കണം. വോ കോമ്പോസിറ്റ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രപ്പോസിഷനും ആഡ് ചെയ്ത് എങ്ങനെയാണ് വോ കോമ്പോസിറ്റ മേക്ക് ചെയ്യുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രപ്പോസിഷനും കൊടുത്തിട്ടുണ്ട്, വോ കോമ്പോസിറ്റ ഫോമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാർക്ക് കോമ്പോസിറ്റ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡായ്ക്ക് പകരം വോ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി എന്താണ്, വവ്വൽസ് വരുന്നതാണെങ്കിൽ ആറ് ആഡ് ചെയ്യുക, വവ്വൽസ് അല്ലെങ്കിൽ ആറ് ആഡ് ചെയ്യരുത്. അങ്ങനെയാണ് വരുന്നത്, സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾസ് നോക്കാം. അൻ എന്നുള്ള പ്രപ്പോസിഷൻ വരുവാണെങ്കിൽ വൊറാൻ എന്നാണ് നമ്മൾ വോ കോമ്പോസിറ്റ വരുന്നത്. അടുത്തത് ഔഫ്,
worauf, aus, woraus, in, worin, über, worüber, worum, unter, worunter, neben, wonehmen, nach, wonach, von, wovon, zu, wozu, vor, wofür, Schwitzen, woschwitzen, bei, wobei, durch, wodurch, für, wofür, gegen, wogegen, hinter, wohinter, mit, womit. അപ്പോൾ ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നാലുള്ളൂ നമുക്ക് കോമ്പോസിറ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അടുത്ത എക്സാമ്പിളാണ് സ്പ്രഹൻ പ്ലസ് മിറ്റ്. അത് ഡാറ്റീവാണ്. അടുത്ത über, അത് അക്യൂസാറ്റീവിലാണ്. അപ്പോൾ സ്പ്രഹന് 2 പ്രപ്പോസിഷൻ ഉണ്ട്, അക്യൂസാറ്റീവിലും ഉണ്ട് ഡാറ്റീവിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. Wir machen morgen einen Ausflug. അതായത് ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാ നോർമൽ സെൻറ്റൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, കാരണം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ നമ്മളത് വർക്ക് കോമ്പോസിറ്റിലേക്ക് പറയുമ്പം എന്തായിരുന്നു? Wir sprechen über den Ausflug. ഞങ്ങൾ ട്രിപ്പിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ പറയും? worüber spricht ihr? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഓക്കെ, എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമ്പിളോട് നോക്കാം. auf wen wartest du? നമ്മളവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നീ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് വർക്ക് കോമ്പോസിറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ആരെ എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് പേഴ്സണെയാണെന്ന് നമുക്കറിയാം. ഔഫ് വെം എന്നാണ്, ഔഫ് വെൻ എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അത് ഔഫ് എന്ന് പറയുമ്പോഴത്തേനും അക്യൂസാറ്റീവാണ്, വെൻ എന്ന് പറഞ്ഞാലും അക്യൂസാറ്റീവ് പ്രപ്പോസിഷനാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈഷ് വാർട്ട് ഔഫ് ദെൻ ലെയറർ. അതായത് നമുക്കറിയാം അവിടെ ഔഫ് വെൻ വരുമ്പോൾ തന്നെ അറിയാം ഒരു പേഴ്സണെയാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത്. worüber schreibst er? അതായത് നീ എന്തിനെക്കുറിച്ചാണ് എഴുതിയത്? എന്തിനെക്കുറിച്ചാണ് എഴുതിയത്? er schreibt über die Probleme der Arbeit. അവൻ എഴുതിയത് എന്തിനെക്കുറിച്ചാണ്? അവൻ്റെ ആർബൈറ്റ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസിൽ തന്നാലും അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോ തന്നു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് സെൻറ്റൻസോ ക്വസ്റ്റ്യൻ ഫോമിലോ തന്നു കഴിഞ്ഞാൽ നമ്മളത് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഫോമിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് കോമ്പോസിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കുക, അതനുസരിച്ച് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? ഫോർ വോം ആർ യു വെയിറ്റിംഗ്? ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജർമ്മൻ ഓൺലൈൻ ക്ലാസ് വേണ്ടവർ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ മെസ്സേജ് ഇട്ടാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. Cheers.